നെഹമ്യാവിൻ്റെ പുസ്തകം ദ ബുക്ക് ഓഫ് നെഹമ്യ ചാപ്റ്റർ 3 വേഴ്സസ് ഓൾസോ 3 മൂന്നാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാട്ടെ. ശബ്ദമുയർത്തി വായിച്ച്, മീൻ വാതിൽ ഹസേനായക്കാർ പണിതു, അവർ അതിൻ്റെ പടികൾ വച്ചു, കതകം ഓടാമ്പലും അന്താഴവും ഇണക്കി. 3-ാം വാക്യം പറയുന്നു മീൻ വാതിൽ. ശബ്ദമുയർത്തി പറഞ്ഞേ, എന്തോ വാതിലാണ്? മീൻ വാതിൽ. മർക്കോസ് വിശേഷം 1-ാം അധ്യായം 1-ാം അധ്യായം 16-17 വാക്യത്തിലേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ഗോസ്പൽ ഓഫ് സെയിന്റ് മാർക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 16 and 17. മർക്കോസ് വിശേഷം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. വീട്ടിൽ സംസാരിക്കുന്ന പോലെ ശബ്ദമുയർത്തി എല്ലാവരും സ്തോത്രം വായിച്ചാട്ടെ. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞു. എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഇന്ന് വൈകിട്ട് നാം കേൾക്കുന്നതായ അല്പം വ്യത്യസ്തമായ ദൈവദൂതൻ്റെ തലക്കെട്ടതാണ് മൈ മിഷൻ, എൻ്റെ ദൗത്യം. എൻ്റെ ദൗത്യം. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് ഓരോ ദൗത്യം ദൈവം നൽകിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്ക് ദൈവം ഒരു ദൗത്യം നൽകിയിട്ടുണ്ട്. ഒരിക്കലും ചിന്തിക്കരുത് ദൈവം എന്നെ വെറുതെ വിളിച്ചിട്ടുണ്ട് എന്ന്. അല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കരുത് സ്വർഗത്തിൽ പോകാനായി മാത്രമാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന്. സ്വർഗത്തിൽ പോകാൻ മാത്രം നിങ്ങളെ വിളിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈവം നിങ്ങളെ തട്ടിക്കളയുമായിരുന്നു. ഒരിക്കൽ കൂടെ, സ്വർഗത്തിൽ പോകാൻ മാത്രം ദൈവം നിങ്ങളെ വിളിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം നിങ്ങളുടെ ജീവനെ ദൈവം എടുക്കുമായിരുന്നു. എന്നാൽ ദൈവം നിങ്ങൾക്ക് വർഷങ്ങൾ, മാസങ്ങൾ, സീസൺസ് നൽകി തന്നു എങ്കിൽ വെറുതെ കറങ്ങി നടക്കുവാൻ വേണ്ടിയല്ല, ഈ ലോകത്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഏതോ ഒരു ദൗത്യം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിൻ്റെ പേരാണ് സുവിശേഷീകരണം. ആ ദൗത്യത്തിൻ്റെ പേരാണ് സുവിശേഷീകരണം. സ്തോത്രം. 2587 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ്, അങ്ങ് ദൂരെ നിന്ന് സ്തോത്രം ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്ക് നെബൂഖദ്നേസർ രാജാവ് കടന്നു വരികയുണ്ടായി. നെബൂഖദ്നേസർ രാജാവിനെ ദൈവം കൊണ്ടുവന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സ്തോത്രം, ദൈവം ഫലപ്രദമായ ഒരു മുന്തിരിത്തോട്ടമായി യഹൂദനെ, ഇസ്രായേലിനെ ദൈവം സ്തോത്രം വാഗ്ദത്ത ദേശത്ത് അവരെ ഉറപ്പിച്ചു. നിങ്ങൾക്കതൊരു ഗാനരൂപമായി യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ വായിക്കുവാൻ കൊണ്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അവർ നിൽക്കാത്തത് കൊണ്ട് ദൈവം അവർക്ക് ചുറ്റുമുള്ളതായ വേലിയെ പൊളിച്ചു കൊടുത്തു. എക്സാക്ട്ലി നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്ന് അവിടെ മതിലുകളെ പൊളിച്ച്, അവിടെ ഖജനാവിനെ കൊള്ളയിട്ട്, അവിടെ ദേവാലയത്തെ തീവച്ച് സ്തോത്രം എരിച്ചു കളഞ്ഞു. അങ്ങനെ പഴഞ്ചൊല്ലിനും പരിഹാസമായി ജാതികളുടെ മധ്യത്തിൽ അവർ ശിഥിലീകരിക്കപ്പെട്ടു. ഈ ദിവസം നിങ്ങൾ പഴഞ്ചൊല്ലിനും പരിഹാസത്തിനുമായിട്ടല്ല ദൈവം വിളിച്ചത്. പകരം ദൈവത്തിന്റെ വചനത്തിൽ നീയും ഞാൻ നിൽക്കുന്നുവെങ്കിൽ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന ക്രമത്തിൽ ഈ പട്ടണത്തിൽ തല ഉയർത്തി മാനിക്കപ്പെട്ടവരായി ദൈവം നമ്മെ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ജനം ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കാത്തത് കൊണ്ട് അവർ പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയമായി അവിടെ ദേവാലയം ചുട്ട് എരിയപ്പെട്ട്, അവരെ ഖജനാവ് തകർക്കപ്പെട്ട്, അവിടെ പട്ടണത്തിന് ചുറ്റുമുള്ളതായ മതിൽ ഇടിയപ്പെട്ട് 1.5 നൂറ്റാണ്ട് 150 വർഷം അവർ സ്തോത്രം അതെ ചിതറിക്കിടന്നു. 1.5 നൂറ്റാണ്ട് 150 അധികം വർഷം BC 445 വരെ ആ സ്തോത്രം മതിൽ ഇതാ തകർന്നു കിടന്നു. ആ പട്ടണത്തിനകത്ത്, അതായത് യെരൂശലേമിനകത്തോ അതിൻ്റെ അരികിലോ അതിനെ കെട്ടി ഉയർത്തുവാൻ ആരുമേ ഉണ്ടായിരുന്നില്ല. ഈ ദിവസം സഹോദരങ്ങളെ, ജീവിതം തകർന്നു കിടക്കുന്നു എങ്കിൽ, കുടുംബം ചിതറിക്കിടക്കുന്നു എങ്കിൽ, ബിസിനസ് ഉടഞ്ഞു കിടക്കുന്നു എങ്കിൽ, അതിൻ്റെ അടുത്തോ അകത്തോ അരികിലോ, അതിൻ്റെ അകത്തോ അരികിലോ ഉയർത്തുവാൻ ആരുമില്ല എന്ന് പറയുന്നു എങ്കിൽ, കാണാത്ത മണ്ഡലത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഏതോ വ്യക്തികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തുക തന്നെ ചെയ്യും.
കാരണം 700 മൈലുകൾക്ക് അപ്പുറമായി, 1100 കിലോമീറ്റർക്ക് അപ്പുറമായി അന്നത്തെ സ്തോത്രം ബാബിലോണിൽ, ഇന്നത്തെ ഇറാഖിൽ കൊട്ടാരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഒരു നെഹമ്യാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തുകയുണ്ടായി. പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങൾ നോക്കി വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം ഒരു ആവശ്യവും അത്യാവശ്യവും നടത്തുവാൻ തക്കവണ്ണം ചിലരോട് ദൈവം ഇടപെടുവാൻ പോകുന്നു, ചിലരുടെ മനസ്സിനെ ദൈവം ഉണർത്തുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ട്. സോ അങ്ങനെ ആ ടൈം ചേർന്ന് വന്നപ്പോൾ, ദൈവത്തിന്റെ സീസൺ കടന്നു വന്നപ്പോൾ നെഹമ്യാവിനെ ദൈവം ഉണർത്തി. ദൈവമായ കർത്താവ് നെഹമ്യാവിനെ കൊണ്ട് സ്തോത്രം യെരൂശലേമിന്റെ മതിലുകളെ ദൈവം പണിയുകയുണ്ടായി. യെരൂശലേമിന്റെ മതിലുകൾ മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കുവാനുള്ളതായ വിഷയം, അതിൽ കാണുന്നതായ ഏറ്റവും പ്രധാനമായ 10 വാതിലുകളാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 10 വാതിലുകൾ നെഹമ്യാവ് പണിത് ഉയർത്തുകയുണ്ടായി. നമ്പർ 10, 10 എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്രമത്തിന്റെ സംഖ്യയാണ്. ഓർക്കുക, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോശ പർവ്വതത്തിലേക്ക്, ഹോരേബ് പർവ്വതത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൈവം ഇറങ്ങി വരികയാണ്. ഞാൻ കൂടെ ഇങ്ങനെ പറയും, കയറുവാൻ ഇന്നും ഒരു മോശയുണ്ടെങ്കിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഇന്നും തന്നെ ഒരുക്കി കയറിപ്പോകുവാൻ ഒരു മോശയുണ്ടെങ്കിൽ ഇന്നും ഇറങ്ങി വരുന്നതായ ഒരു കർത്താവുണ്ട്. മോശ കയറി ചെന്നു, യഹോവയാം ദൈവം ഇറങ്ങി വന്ന് 10 കൽപ്പനയാണ് ഹോരേബ് പർവ്വതത്തിൽ അഥവാ സീനായി മലയിൽ എണ്ണി ദൈവം കൊടുത്തത്. നമ്പർ 10, ഇറ്റ് ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ ഗോഡ്സ് ഓർഡർ. ദൈവത്തിന്റെ ക്രമത്തെ കുറിച്ചാണ് അത് പറയുന്നത്. വേദപുസ്തകം വിശ്വസിക്കുന്നവരാണെങ്കിൽ ക്രമത്തിൽ ജീവിച്ചാട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണെങ്കിൽ ആ വീട്ടിൽ വന്നു കയറുമ്പോൾ ദൈവിക ക്രമം മറ്റുള്ളവർ അനുഭവിക്കട്ടെ. ദൈവത്തിന്റെ ക്രമത്തിൽ ഈ തലമുറയിൽ ദൈവത്തെ സേവിച്ചാട്ടെ. ക്രമത്തിൽ നിൽക്കുന്ന മക്കളെ ഗ്യാരണ്ടി യു, ദൈവത്തിന്റെ ഷെക്കന ഗ്ലോറി നിങ്ങളെ നിറഞ്ഞ് കവിയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 10 എന്നത് ദൈവത്തിന്റെ ക്രമത്തെ സ്തോത്രം അതേ കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവകൃപയാൽ കഴിഞ്ഞ ആഴ്ച നാം കേൾക്കുകയുണ്ടായി, ഒന്നാമത്തെ വാതിൽ നെഹമ്യാവ് പണിതത് ആട്ടിൻ വാതിലാണ്. തുടർന്ന് സ്തോത്രം 3-ാം അധ്യായം നിങ്ങൾ പരിശോധിക്കുമ്പോൾ 10 വാതിലുകളാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം പഴയ വാതിൽ, അതേ താഴ്വര വാതിൽ, കുപ്പവാതിൽ, അതേ ഉറവവാതിൽ, നീർവാതിൽ, കുതിരവാതിൽ, കിഴക്കേ വാതിൽ എന്ന് തുടങ്ങി സ്തോത്രം ഇൻസ്പെക്ഷൻ ഗേറ്റ് വരെ 10 വാതിലാണ് 3-ാം അധ്യായത്തിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നെഹമ്യാവ് പണിത് വന്നത്. ഒരിക്കൽ കൂടെ സ്തോത്രം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നെഹമ്യാവ് 10 വാതിലുകളാണ് പണിത് വന്നത്. ഇടയ്ക്ക് ഒരു ദിശയിൽ ചിലത് പണിതിട്ട് മറ്റേ ദിശയിലേക്ക് മാറിയതേയില്ല. കേൾക്ക്, ദൈവത്തിന്റെ ഡിസിപ്ലിൻ, ദൈവത്തിന്റെ ക്രമം, ദൈവത്തിന്റെ അച്ചടക്കം. ഒരു വശത്ത് നിന്ന് ആരംഭിച്ച ജോലി അതേ ക്രമത്തിൽ തന്നെ അവൻ ചെയ്തു തീർത്തു എങ്കിൽ ഈ ദിവസങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യേണ്ടതല്ല സുവിശേഷ വേല, എങ്ങനെയെങ്കിലും നയിക്കേണ്ടതല്ല ദൈവത്തിന്റെ സഭ. സ്വർഗത്തിലെ ദൈവത്തിന് ഒരു അച്ചടക്കമുണ്ട്, ദൈവത്തിന് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ ചെയ്യുന്നു എങ്കിൽ നമ്മിൽ നിറയുന്നതായ ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഒന്നാമത്തെ വാതിൽ സ്തോത്രം ആട്ടുവാതിൽ എന്ന് മനസ്സിലാക്കിയുണ്ടായി. കാരണം ആട്ടുവാതിൽ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ born again experience, വീണ്ടും ജനനത്തെയാണ് അത് കാണിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തെയാണ് അത് കാണിക്കുന്നത്, ആരാധനയാണ് അത് കാണിക്കുന്നത്. ദേവാലയത്തിൽ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആടും മാടും കടന്നു വന്നാൽ മാത്രമേ ആരാധന നടക്കത്തുള്ളൂ. നെഹമ്യാവ് ആദ്യം പണിതത് ആരാധന മുടങ്ങുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആടും മാടും ദേവാലയത്തിൽ യാഗത്തിന് വേണ്ടി കടന്നു വരുവാൻ അവൻ ആട്ടുവാതിൽ പണിയുകയുണ്ടായി. സ്തോത്രം. ഒന്നാമതൊരു വീണ്ടും ജനനത്തിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടായി എങ്കിൽ, അർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എങ്കിൽ, രണ്ടാമത് പണിയപ്പെടേണ്ടത് മീൻവാതിൽ ആണ്. ഇന്ന് രാത്രി നമ്മൾ കേൾക്കുകയാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത് ദൈവം നിങ്ങളിൽ നിന്ന് വ്യക്തിയായി കുടുംബമായി പ്രതീക്ഷിക്കുന്നത് സ്തോത്രം മീൻവാതിലാകുന്ന സുവിശേഷ ദൗത്യം നിങ്ങളിലൂടെ ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഇടത്ത് ദൈവകൃപയാൽ വെളിപ്പെടുമാറാകട്ടെ. നിങ്ങളിലൂടെ ആയിരങ്ങൾ രക്ഷിക്കപ്പെടുമാറാകട്ടെ. ഓ കമാൻ, കേട്ടില്ല. നിങ്ങളിലൂടെ ആയിരങ്ങൾ വിടുവിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളിലൂടെ ആയിരങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ കടന്നു വരുമാറാകട്ടെ. കാരണം ഒരു ദിവസം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നിങ്ങളും ഞാനും കയറി നിൽക്കേണ്ടതായ ഒരവസ്ഥയുണ്ട്. ദൈവം ചോദിക്കും, ഇത്രയും വർഷങ്ങൾ നിനക്ക് തന്നല്ലോ, ഇത്രയും കാലങ്ങൾ നിനക്ക് തന്നല്ലോ, ഇത്രയും ബന്ധങ്ങൾ നിനക്ക് തന്നല്ലോ, ഇത്രയും പണം തന്നല്ലോ, ഞാൻ നിനക്ക് വേറെ ആർക്കും ഇല്ലാത്ത ഇത്ര ടാലന്റ് തന്നല്ലോ, എന്തിയെ നിന്റെ കൊയ്ത്തിന്റെ കറ്റ, എന്തിയെ നിന്റെ ആത്മാക്കൾ എന്ന് ചോദിക്കുമ്പോൾ അന്ന് തുനിഞ്ഞു നിൽക്കാൻ
നിൽക്കാതെ, അന്ന് കുനിഞ്ഞു നിൽക്കാതെ, യെശയ്യാ 8:18 പറയുന്നത് പോലെ ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും എന്ന് പറവാൻ, ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും എന്ന് പറവാൻ. സഹോദരി സഹോദരന്മാരെ, ആത്മാക്കളെ നേടി ജീവിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 3 പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞത്. ആത്മാക്കളെ നേടി ജീവിച്ചാട്ടെ. പാസ്റ്റർ ബെന്നി ഹിന്നിങ് എന്ന ദൈവത്തിന്റെ ദാസൻ ഇന്നും ജീവനോടെയുണ്ടല്ലോ. അദ്ദേഹം ഒരു ദിവസം ഈ പ്രകാരം വ്യാഖ്യാനിച്ചു: ദ ഹാർട്ട് ബീറ്റ് ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ഹൃദയസ്പന്ദനം കേട്ട ഒരേ ഒരു അപ്പോസ്തലനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. യേശുവിന്റെ ഹൃദയസ്പന്ദനം സ്തോത്രം കേട്ട ഒരേ ഒരു അപ്പോസ്തലനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. എന്തായിരിക്കും ആ ഹൃദയസ്പന്ദനം? എന്തായിരിക്കും ആ ഹൃദയസ്പന്ദനം? പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു: ആത്മാക്കൾ ഇന്ന് രാത്രിയിലും യേശുവിന്റെ ഹൃദയം ഇടിക്കുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രിയിലും യേശുവിന്റെ ഹൃദയം സ്പന്ദിക്കുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയാണ്. പരിശുദ്ധ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് പ്രദാനം നൽകിയത്, പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറച്ചത്, അതെ, നിങ്ങൾക്ക് ചെത്താനല്ല, നിങ്ങൾക്ക് അന്യഭാഷ കൊണ്ടെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനല്ല, നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകാനല്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരു എന്റർടൈൻമെന്റ് സെന്റർ അല്ല. പകരം പരിശുദ്ധാത്മാവ് നിങ്ങളെ എംപവർ ചെയ്തത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ എംപവർ ചെയ്തത് ആത്മാക്കളെ നേടുവാൻ അത്രേ. ലൂക്കോസ് സുവിശേഷം 4:48 വാക്യത്തിൽ, ലൂക്കോസ് സുവിശേഷം 24:48 വാക്യത്തിൽ യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു: നഗരത്തിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1:4 വാക്യത്തിൽ വീണ്ടും കർത്താവ് ആവർത്തിച്ചു പറഞ്ഞു: നിങ്ങളോ പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യത്തിൽ മൂന്നാമതായത് വാഗ്ദത്തം ആവർത്തിച്ചു കർത്താവ് പറഞ്ഞു: ye shall receive power and become my witnesses. നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം എന്റെ സാക്ഷികളാകും. എന്നിട്ട് യെരുശലേമിൽ, യഹൂദിയിൽ, ശമരിയിൽ, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ശക്തി ലഭിച്ച ശേഷം നിങ്ങൾ എന്റെ സാക്ഷികളാകും. സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ആത്മാവിൽ ദൈവം നിങ്ങളെ നിറച്ചിരിക്കുന്നത് കർത്താവിന്റെ സാക്ഷികളാകുവാൻ വേണ്ടിയാണ്. കർത്താവിന്റെ സാക്ഷികളാക്കാൻ. മർക്കോസ് സുവിശേഷം 16:20 വാക്യം വേദപുസ്തകം പറയുന്നു: സ്വർഗാരോഹണം ചെയ്ത ശേഷം യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കയറിപ്പോയി പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നു. Then they went out and proclaimed the gospel. അതിനുശേഷം ശിഷ്യന്മാർ പുറപ്പെട്ടു പോയി അവർ സുവിശേഷം പ്രൊക്ലെയിം ചെയ്തു. What do you mean by proclamation? എന്താണ് proclamation എന്ന് പറഞ്ഞാൽ? preaching and proving. അവർ പ്രസംഗിച്ചത് അവർ തെളിയിച്ചു. പ്രസംഗിച്ചത് തെളിയിച്ചു. ഈ തലമുറയിൽ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൗത്യം. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. പ്രസംഗിക്കാൻ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ബൈബിൾ സ്റ്റഡി എടുക്കാൻ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. പക്ഷെ യേശു രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനം രക്ഷിക്കപ്പെടട്ടെ. യേശു വിടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ സൗഖ്യദായക ശക്തി ജനത്തിൽ വ്യാപരിക്കട്ടെ. യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററലി ദൈവകൃപയാൽ അത് സംഭവിക്കപ്പെടട്ടെ. ഞാൻ വിളിച്ചു പറയട്ടെ, എന്താണോ നിങ്ങൾ പറയുന്നത് അത് നിങ്ങളുടെ കൺമുൻപിൽ കർത്താവിന്റെ മഹത്വത്തിനായി സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. കാരണം യേശു കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 5:4 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം, നിങ്ങളാണ് ലോകത്തിന്റെ ഉപ്പ്. ലോകത്തിന്റെ വെളിച്ചം നിങ്ങളാണ്, ലോകത്തിന്റെ ഉപ്പ് നിങ്ങളാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആത്മാക്കൾ യേശു കർത്താവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കലും ചിന്തിക്കല്ലേ ഏതോ സൂപ്പർ സ്റ്റാർ ദൈവദാസനിലൂടെ മാത്രമേ ആത്മാക്കളെ ദൈവം സഭയിൽ കൊണ്ടുവരത്തുള്ളൂ. നോ വേ. ഈ അന്ത്യകാലത്തെ ഏതോ VVIPകളിലൂടെ മാത്രമല്ല, പകരം ഇൻ ദ നെയിം ഓഫ് ജീസസ് സാധാ വിശ്വാസികളുടെ അസാമാന്യമായ പ്രവൃത്തിയെ ഈ പട്ടണം കാണുവാൻ വേണ്ടി പോകുകയാണ്. കൈയടിക്കുന്ന നന്നായി കരങ്ങൾ അടിച്ച് സാധാ വിശ്വാസികളുടെ
സാധാ വിശ്വാസികളുടെ അസാമാന്യമായ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ജനം കാണുവാൻ വേണ്ടി പോകുന്നു. ഒരു കണക്ക് നോക്കിയാൽ സ്തോത്രം 13% മാത്രമാണ് സഭയിൽ പാസ്റ്റർ പ്രസംഗിക്കുന്നതായ ശബ്ദം കേട്ട് ജനം രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് വിശ്വാസമണ്ഡലത്തിലായിരിക്കുന്ന 13% ആൾക്കാർ മാത്രമാണ് സ്തോത്രം പാസ്റ്ററുടെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് സഭകളിൽ വന്നിരിക്കുന്നത്. 5% മാത്രമാണ് ഇവാഞ്ചലിസ്റ്റിക് ക്രൂസൈഡ് അല്ലെങ്കിൽ കൺവെൻഷൻ നിമിത്തം രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് കൺവെൻഷൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാറില്ല, പ്രസംഗിച്ചാൽ തന്നെ ഓട്ടോകോൾ കൊടുക്കാറുമില്ല. രക്ഷിക്കപ്പെടാനായി ഓട്ടോകോൾ കൊടുക്കുന്ന എത്ര കൺവെൻഷനുകളാണ് കേരളത്തിലുണ്ടെന്ന് ഞാൻ ചാലഞ്ച് ചെയ്ത് നിങ്ങളോട് ചോദിക്കട്ടെ. സ്തോത്രം. അതെ, 5% കൺവെൻഷനിൽ മറ്റും ജനം രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. 5% ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പേഴ്സണൽ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ 5% ജനത്തെ സഭയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. യൂത്ത് ക്യാമ്പും മറ്റ് ആക്ടിവിറ്റികളും നിമിത്തം 4% രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ വന്നിട്ടുള്ളത്. 13% ചർച്ചിന്റെ പുൽപിറ്റിൽ നിന്ന് ഉയരുന്ന ശബ്ദം കേട്ട സഭയിൽ വന്നു. 5% കൺവെൻഷനും ക്രൂസൈഡുകളും നിമിത്തം ചർച്ചിൽ വന്നു. 5% ആളാമ്പ്രതിയുള്ള സുവിശേഷ വേലയിൽ സ്തോത്രം സോ കോൾഡ് ആളാമ്പ്രതി സുവിശേഷ വേല ചില ദൈവദാസന്മാർ പറയുന്നത് കൊണ്ട് സഭയിൽ എത്തുന്നു. 4% യൂത്ത് ക്യാമ്പും മറ്റ് ആക്ടിവിറ്റികളും നിമിത്തം സഭയിലെത്തുമ്പോൾ 44% പേർ സോ കോൾഡ് വിശ്വാസികൾ സുവിശേഷം പറഞ്ഞിട്ട് സഭയിലെത്തുന്നു. ഹല്ലേലൂയ. 44% ആൾമോസ്റ്റ് പകുതിയോളം വിശ്വാസികൾ സഭയിലെത്തിയത് പാസ്റ്ററുടെ ഗ്ലാമർ കൊണ്ടല്ല, സ്വർഗത്തിന്റെ ഗ്ലോറി കൊണ്ടാണ്. Come on, hallelujah. പാസ്റ്റർ ഗ്ലാമർ കൊണ്ടല്ല സഭയിൽ ജനം വരുന്നത്. നോവേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഗ്ലോറിയാൽ അത്രേ. ഈ അന്ത്യകാലത്തെ ദൈവകൃപയാൽ നിങ്ങൾ എല്ലാവരെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല അഭിഷേകം കെട്ടഴിച്ചു വിട്ടതായ ഒരു കുതിര പോലെ, കൂട് തകർത്ത് പുറത്തിറക്കുന്ന ഒരു സിംഹം പോലെ ഒരു ഇവാഞ്ചലിസ്റ്റിക് അനോയിന്റിംഗ് വിശ്വസിക്കുന്ന സകല വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവകൃപയാൽ വെളിപ്പെടുമാറാകട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്. യെസ്, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി, ആരോഗ്യം നൽകി. അതേ അർഹതയില്ലാത്ത സ്ഥാനത്ത് ഒത്തിരി ഫേവറിൽ ദൈവത്തിന്റെ കൃപയാൽ പ്രീതിയാൽ ദൈവം നിങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. മറന്നുപോകല്ല, ഈ ലൈഫ് വേസ്റ്റ് ആകല്ല. ഈ ലൈഫ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി ഉപയോഗിച്ചാട്ടെ. ഞാൻ ഗ്യാരണ്ടിയായി പറയട്ടെ, നിങ്ങൾ അവന്റെ കാര്യം നോക്കുമ്പോൾ അവൻ നിങ്ങളുടെ കാര്യം നോക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടെ, നിങ്ങൾ അവന്റെ കാര്യം നോക്കുമ്പോൾ അതേ ദൈവം നിങ്ങളുടെ കാര്യം നോക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഈ തലസ്ഥാനങ്ങൾ തലയെടുപ്പോടെ തല ഉയർത്തി യേശു കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യഹൂദ ഗോത്രത്തിലെ സിംഹം നിങ്ങളോട് കൂടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ദേശം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യം സുവിശേഷീകരണമാണ്, മറക്കല്ല. അടുത്തൊരു ഡിഗ്രിയല്ല, ഏതോ വിദേശ രാജ്യമല്ല, കോടികളുടെ സമ്പാദ്യമല്ല, കുറച്ചുകൂടെ വലിയ പ്രോജക്റ്റ് അല്ല, വലിയൊരു ഹാളല്ല. പൈസയുള്ളവന് ഏതവന് വേണമെങ്കിലും ഹാൾ പണിയാം. നിനക്കാവശ്യം നിന്റെ ദൗത്യം എന്ന് പറയുന്നത് 10,000 ആത്മാക്കൾ നിന്നിലൂടെ ദൈവകൃപയാൽ രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപയിൽ ഏതോ കുളത്തിലോ ഏതോ ടാങ്കിലോ അല്ല, ഞാൻ വിശ്വസിക്കുന്നു ഏതോ ബീച്ചിൽ 1000 ജനം സ്നാനപ്പെടുവാനായി ദൈവകൃപയാൽ കൂടി വരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മഹാനായ നിത്യതയിൽ ശ്രമിക്കുന്നതായ 2 ദൈവദാസന്മാരുടെ സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. ഒന്ന് ഡോക്ടർ ബില്ലി ഗ്രഹാം. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, if there is no evangelism, the church dies. അതേ, ഇവാഞ്ചലിസം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ നിർജീവമാകുന്നു. സുവിശേഷീകരണം ഇല്ലെങ്കിൽ സഭ നിർജീവമാകുന്നു. വലിയ പ്രസ്ഥാനം കാണും, വലിയ പ്രതാപം കാണും. ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് 70കളും 60കളും നോക്കിയവർ വീമ്പിളക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് സുവിശേഷീകരണം ഇല്ല എങ്കിൽ ദൈവത്തിന്റെ സഭ അത് മരിച്ചു കിടക്കുന്നു എന്ന്. അതെ, റെയ്നാർഡ് ബോങ്കെ എന്ന ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, അതെ, ഇവാഞ്ചലിസം ഇല്ലെങ്കിൽ അത് സഭയല്ല, അതൊരു സൺഡേ ക്ലബ്ബ് മാത്രമാണ്. നമ്മൾ ക്ലബിലല്ല ഇരിക്കേണ്ടത്, ദൈവത്തിന്റെ സഭയിലാണ് ഇരിക്കേണ്ടത്. സഭയാണോ? സഭയിൽ ആത്മാക്കൾ വന്ന് തന്നെ ആകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നോഹേ, നീ പെട്ടകം പണിതാട്ടെ. നോഹ പണിതത് തൻ്റെ അളവിലല്ല, തൻ്റെ നാട്ടുകാരുടെ അളവിലല്ല, ഏതോ കൗൺസിലിൻ്റെയോ ഏതോ ഡീക്കൻ്റെ അളവിലല്ല നോഹ പണിതത്. നോഹ പെട്ടകം പണിതത് ദൈവത്തിൻ്റെ അളവിലാണ്. ദൈവത്തിൻ്റെ അളവിലാണ് നീ പണിതതെങ്കിൽ മനുഷ്യർ കയറത്തില്ല, പക്ഷേ സകല മൃഗങ്ങൾ വന്നു കയറി. പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ അളവിന് പ്രകാരം ഒന്ന് പണിത് നോക്ക്. ഈ തലമുറയിൽ എല്ലാ ദിശകളിൽ നിന്നും ആത്മാക്കൾ വന്നു നിറയുന്നത് ദൈവകൃപയാൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുവിശേഷീകരണം നിന്റെയും എന്റെയും ദൗത്യമാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും ശക്തമായി ദൈവത്തിന്റെ കൃപയാൽ ശുശ്രൂഷയിൽ ദൈവം പ്രയോജനപ്പെടുത്തിയ ദൈവത്തിന്റെ ദാസനാണല്ലോ അപ്പോസ്തലനായ പൗലോസ്. നദിക്കരയിൽ ഇരുന്നാലും ഒരു വ്യക്തിയോട് താൻ പ്രസംഗിക്കും. എഫെസോസിന്റെ കൊളീസിയത്തിൽ നിന്നാലും താൻ പ്രസംഗിക്കും. 10,000കണക്കിന് ആത്മാക്കൾ ഒരുമിച്ച് തിങ്ങി നിറഞ്ഞതായ എഫെസോസ് പട്ടണം മുഴുവൻ നിറഞ്ഞു വന്നതായ ആ കൊളീസിയത്തിൽ സ്തോത്രം അതേ പൗലോസ് ശുശ്രൂഷിക്കുകയുണ്ടായി. തന്നെ വിസ്തരിപ്പാൻ വേണ്ടി, തന്നെ കൊല്ലുവാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു ട്രാപ്പായിരുന്നു ഇത്. എനിക്കിത് പ്രവർത്തിക്കാൻ നേരമില്ല. എന്നാൽ തന്നെ കൊല്ലുവാൻ വേണ്ടി തന്നെ വിസ്താരത്തിന്റെ പ്ലാറ്റ്ഫോം അവൻ സുവിശേഷത്തിന്റെ പ്ലാറ്റ്ഫോം ആക്കി. ഇന്ന് രാത്രി ഞാൻ വെല്ലുവിളിച്ചു പറയട്ടെ, മനുഷ്യനും സാത്താനും നിനക്കെതിരെ തിന്മയ്ക്കായി ഉണ്ടാക്കുന്ന സകല പ്ലാറ്റ്ഫോമും തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്ലാറ്റ്ഫോം ആകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, ആരും എനിക്ക് തുണ നിന്നില്ല, ആരും എനിക്ക് തുണ നിന്നില്ല, ആരും എനിക്ക് തുണ നിന്നില്ല. ലോകം മുഴുവൻ നിനക്കെതിരായിരിക്കാം, നരകം മുഴുവൻ നിനക്കെതിരായിരിക്കാം, എങ്കിലും ദൈവം നിനക്ക് അനുകൂലം എങ്കിൽ ആർക്കോ മനസ്സിലായി? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഒരു വ്യക്തിയോടും താൻ സുവിശേഷം പറഞ്ഞു. നിറഞ്ഞു കവിഞ്ഞതായ ഒരു കൊളീസിയത്തിലും പൗലോസ് സുവിശേഷം പറഞ്ഞു. അതേ ചെറിയ വീടുകളിൽ താൻ സുവിശേഷം പറഞ്ഞു. സീസന്റെ കൊട്ടാരത്തിലും താൻ സുവിശേഷം പറഞ്ഞു. ഒരു സ്തോത്രമാർക്കം തടവാൻ കഴിയാത്ത ഒരു ലാവാ പ്രവാഹം പോലെ ശക്തിയോടെ ദൈവത്തിന്റെ കൃപയാൽ നിന്ന മനുഷ്യനായിരുന്നല്ലോ പൗലോസ്. സുവിശേഷത്തിന് വേണ്ടി നിന്നവൻ. ഒരു ബാബേൽ ടവർ അല്ല താൻ പണിതത്, പകരം ഒരു ബേണിംഗ് കാൻഡിലായി, ഒരു ബാബേൽ ടവർ ആയിട്ടല്ല. എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? ഒരു ബേണിംഗ് കാൻഡിലായി ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിന്ന പൗലോസേ, ടെൽ മീ വാട്ട്സ് യുവർ സീക്രട്ട്? നിന്റെ രഹസ്യം എന്താണ്? നിന്റെ രഹസ്യം എന്താണ്? സഭകൾ വളരുന്ന ദൈവത്തിന്റെ ദാസന്മാരെ കണ്ടാൽ ഞാൻ ചോദിക്കും, നിങ്ങളുടെ രഹസ്യം എന്താണ്? 1 മണിക്കൂർ കഴിയുമ്പോൾ സ്തോത്രം അതെ അടുത്ത സൂം മീറ്റിംഗിന് ഞാൻ ജോയ് ബ്രദറിനോട് ചോദിക്കും, തമിഴ്നാട്ടിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന് 8,000-ലധികം സഭകളുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അനേക സഭകളെ സ്ഥാപിച്ച ഒരു ദൈവത്തിന്റെ ദാസനാണ്. അതേ അസംബ്ലീസ് ഓഫ് ഗോഡിന് 50-ൽ താഴെ സഭകൾ ഉണ്ടായിരുന്നപ്പോൾ താൻ എന്നോട് പറഞ്ഞത് പാസ്റ്റർ പീറ്റർ വില്യംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ്. പകുതിയിലധികം സഭകളെ സ്ഥാപിച്ചത് ആ ദൈവദാസന്റെ പിതാവാണ്. ഓ കമാൻ. ഞാൻ പറഞ്ഞത് ന്യൂസിലൻഡ് താമ്പടിച്ചു, അമേരിക്കയിൽ പോയി മഞ്ഞു പൊടിക്കുന്ന ദേശത്ത് കോടികൾ വാരി എന്നല്ല. ഞാൻ പറഞ്ഞത് നരകത്തെ ഉലച്ച് സ്വർഗത്തെ തുറന്ന് ആത്മാക്കളെ നേടിയെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്സസ്ഫുൾ ആയി ദൈവത്തിന്റെ കൃപയാൽ നിൽക്കുന്ന ഏതോ ദൈവത്തോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ ബൈബിൾ വായിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ സേവിക്കുന്നത്? വാട്ട് ഈസ് ദ സീക്രട്ട്? എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യം? ചോദ്യം ഇതാണ്. പൗലോസേ പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യം എന്താണ്? റോമർക്ക് ലേഖനം 1-ാം അധ്യായം 14, 15, 16 വാക്യത്തിൽ പൗലോസിന്റെ രഹസ്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. റോമർക്ക് ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്പർ 1 താൻ പറയുന്നു, ഐ ആം എ ഡെപ്റ്റർ. ഞാൻ കടക്കാരനാണ്, ഞാൻ കടക്കാരനാണ്. എല്ലാ മലയാളികളും പറയട്ടെ, കേരളത്തോട് ഞാൻ കടക്കാരനാണ്. എല്ലാ ഭാരതീയരും പറയട്ടെ, ഇന്ത്യയിലുള്ള 140 കോടി ജനത്തിന് ഞാൻ കടക്കാരനാണ്. എന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ കടക്കാരനാണ്. ഈ തലമുറയിൽ ലോക രാജ്യങ്ങളായിരിക്കുന്ന ജനത്തോട് നീ കടക്കാരനാണ്. ഈ രാത്രി നമ്മുടെ സെൽഫിഷ്നെസ്സിൽ നിന്ന്, നമ്മുടെ ഷെല്ലിൽ നിന്ന്, നമ്മുടെ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തു വന്നിട്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പറയാം, ഇത്രയും കാലം ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു, ഇനി ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കട്ടെ, കാരണം ഞാൻ കടക്കാരൻ.
ഞാൻ കടക്കാരനാണ്. യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ജ്ഞാനികൾക്ക്, ബുദ്ധിഹീനർക്ക് ഞാൻ കടക്കാരനാണ്. ഒരു കടമണ്ണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം പോകും. ഒരു കടമുണ്ടെങ്കിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല. ഒരു കടമുണ്ടെങ്കിൽ അർദ്ധരാത്രി നിങ്ങൾ ഞെട്ടി ഉണരും. ഇന്ന് രാത്രി നിങ്ങളുടെ ഉറക്കമൊന്ന് സ്തോത്രം ഷേക്കാകട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ഉറക്കമൊന്ന് ഡിസ്റ്റർബ് ആകട്ടെ. ഇന്ന് മുതൽ നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ് ആകട്ടെ. ഇന്ന് രാത്രി മുതൽ സ്തോത്രം രാത്രിയിൽ നിങ്ങൾ ഞെട്ടി ഉണരട്ടെ. നിങ്ങൾ കടക്കാരാണ്. ദൗത്യം കൊടുത്താട്ടെ പരിശുദ്ധാത്മാവേ. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം കൊടുത്താട്ടെ. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം കൊടുത്താട്ടെ. എല്ലാം നിർവിചാര മനോഭാവവും മാറിപ്പോയിട്ട് ആത്മാക്കളെ കുറിച്ച് ഭാരം കൊടുത്താട്ടെ. പൗലോസ് പറയുന്നു, ഞാൻ കടക്കാരനാണ്. സഹോദരി സഹോദരന്മാരെ, 3.5 കോടി മലയാളികൾക്ക് നീ കടക്കാരനാണ്. 140 കോടി ഇന്ത്യക്കാർക്ക് നീ കടക്കാരനാണ്. മറന്നു പോകല്ല. അതാണ് എന്നെ ഇത്രത്തോളം ഓടുവാൻ എന്നെ നിർബന്ധിക്കുന്നത്. പൗലോസ് പറയും, ഞാൻ കടക്കാരനാണ്. 15-ാം വാക്യത്തിൽ താൻ പറയുന്നു, 15-ാം വാക്യം പറയുന്നു, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ഒരുങ്ങുന്നത് ഞായറാഴ്ച മാത്രമല്ല. അപ്പോസ്തലന്റെ വാക്കുകളാണെങ്കിൽ താൻ പറയും, ഏതോ സ്പെഷ്യൽ മീറ്റിങ്ങിനല്ല ഞാൻ ഒരുങ്ങുന്നത്. ഏതോ പ്രത്യേക മീറ്റിങ്ങിന് മാത്രം രാവിലെ എഴുന്നേറ്റ് രക്തത്താൽ കഴുകണമേ എന്ന് പറയുന്ന അതെ മേക്കപ്പ് അല്ല ഞാൻ ഇടുന്നത്. ബി റെഡി ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. ഹല്ലേലൂയ. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കെ. ഇത് സമാധാനകാലമല്ല, ഇത് യുദ്ധകാലമാണ്. ഇത് സമാധാനകാലമല്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇത് സമാധാനകാലമല്ല, ഇത് യുദ്ധകാലമാണ്. 1967 6 ഡേ വാർ നടക്കുമ്പോൾ അമേരിക്കൻ മിറാഷ് വിമാനങ്ങൾ കടന്നു വന്ന് ഈജിപ്തിന്റെ എയർഫോഴ്സിനെ 5 മിനിറ്റ് കൊണ്ട് പപ്പട പൊടിയാക്കി. അതിന്റെ ഒരു വലിയൊരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, എന്റെ കാലുകളിൽ ഷൂസ് പോലും ഇല്ലായിരുന്നു. എന്റെ കാലിൽ ഷൂസ് പോലും ഇല്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ ഇതാ മിറാഷ് വിമാനങ്ങൾ 100 കണക്കിന് ഞങ്ങളെ എയർഫോഴ്സിന്റെ വിമാനങ്ങളെ തവിട് പൊടിയാക്കുന്നു. അർത്ഥം നിർവിചാരികളായി ജീവിച്ചു. സ്തോത്രമാണ്. കാലിൽ ഷൂസ് ഇല്ലാതെ നിർവിചാരികളായി ജീവിച്ചു. ഒത്തിരി വിശ്വാസികൾ നിർവിചാരികളായി ജീവിക്കുന്നു. ഭൂരിപക്ഷം സഭ നിർവിചാരികളായി ജീവിക്കുന്നു. ദൈവദാസന്മാർ നിർവിചാരികളായി ജീവിക്കുമ്പോൾ വെല്ലുവിളിയായി വചനം പറയും കടന്നു വരുന്നു, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഏതോ കോൺഫറൻസിനും കൺവെൻഷനും സ്പെഷ്യൽ മീറ്റിങ്ങിനും മാത്രമല്ല, പകരം എൻ്റെ ചുറ്റും ആത്മാക്കളുണ്ട്. ഡെയിലി ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങി ഞാൻ ഗുഡ് നൈറ്റ് പറയുന്നത് വരെ ഞാൻ കാണുന്നതായ ആത്മാക്കളുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ മൈക്ക് വേണ്ട, എനിക്ക് ആത്മാക്കളെ നേടാൻ പ്ലാറ്റ്ഫോം വേണ്ട, എനിക്ക് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ്. ഞാൻ നിൽക്കുന്നത് പരസ്യത്തിനല്ല, ഞാൻ നിൽക്കുന്നത് പണത്തിനല്ല, ഞാൻ നിൽക്കുന്നത് പരസ്യത്തിനല്ല. കമാൻ സഭ കയറി വന്നാട്ടെ. ഞാൻ നിൽക്കുന്നത് പണത്തിനല്ല, ഞാൻ നിൽക്കുന്നത് പദവിക്കല്ല, ഞാൻ നിൽക്കുന്നത് വോട്ടിനല്ല, ഞാൻ നിൽക്കുന്നത് ഭദ്രാസനത്തിനും സിംഹാസനത്തിനും വേണ്ടിയല്ല. കമാൻ, ഞാൻ നിൽക്കുന്നത് ഭദ്രാസനത്തിനും സിംഹാസനത്തിനും വേണ്ടിയല്ല. ഹല്ലേലൂയ. ഈ നാളുകൾ ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ കസേര കളികളെ നിർത്തിയിട്ട് തങ്ങളുടെ പൊസിഷൻ വേണ്ടെന്ന് പറഞ്ഞ് ഹാർവസ്റ്റ് ഫീൽഡിൽ ഇറങ്ങുവാൻ ചില സാറന്മാർ ഇറങ്ങിയെങ്കിൽ കൊള്ളാമായിരുന്നു. ചില പെന്തിക്കോസ് മുതലാളിമാർ ഇറങ്ങിയെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെയെങ്കിൽ അവർ പറയട്ടെ, ഐ ആം റെഡി ഫോർ ദ ഗോസ്പൽ. ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഞാൻ കടക്കാരനാണ്. 2, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. 16-ാം വാക്യത്തിൽ തിരുവചനം പൗലോസ് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എല്ലാ കുഞ്ഞുങ്ങളും കേട്ടാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നിങ്ങൾ എത്ര പേരാണ് ക്രിസ്ത്യാനി എന്ന് പറയാൻ ലജ്ജിക്കുന്നത്? നിങ്ങൾ എത്രയാണ് ബോൺ അഗെയിൻ എന്ന് പറയാൻ ലജ്ജിക്കുന്നത്? നിങ്ങൾ എത്ര പേരാണ് അന്യഭാഷയെക്കുറിച്ച് ലജ്ജിക്കുന്നത്? നിങ്ങൾ എത്ര പേരാണ് മാമോദിസ, യഥാർത്ഥ സ്നാനത്തെക്കുറിച്ച് പറയാൻ ലജ്ജിക്കുന്നത്? എനിക്ക് ബ്രിട്ടീഷ് ആക്സെന്റും അമേരിക്കൻ ആക്സെന്റും ഇംഗ്ലീഷ് പറയാൻ മാറി പറയാൻ കഴിയുമെന്ന് പറയുന്നതിനേക്കാൾ ഒത്തിരി അഭിമാനമാണ് ഒരു ഭൂതത്തന്മാർക്ക് മനസ്സിലാകാത്ത സ്വർഗീയ ഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും എന്ന് പറയുന്നത്.
Come on. Hallelujah. ഒളിമ്പിക് വിക്ടറി സ്റ്റാൻഡിൽ കയറി നിന്ന് അതേ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഒത്തിരി അഭിമാനമാണ് ദൈവത്തിന്റെ വേല ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഐ എം നോട്ട് ashamed of the gospel. പൗലോസിന്റെ 3 പദങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ഞാൻ കടക്കാരനായിരിക്കുന്നു. 2, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. 3, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ രക്തത്തിൽ അതൊന്ന് അരിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഉണർവിന്റെ സൈന്യമായി അതേ ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഭാരതത്തിലെ സഭയ്ക്ക് ഞാൻ കടക്കാരനായിരിക്കുന്നു. ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എനിക്ക് ലജ്ജയില്ല. Yes, I'm a debtor. I'm ready. I'm not ashamed of the gospel. Oh, hallelujah. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. വിശ്വസിക്കുന്നവർ 2 മിനിറ്റ് ദൈവത്തെ ആരാധിച്ചേ. തിരുവചനം പറയുന്നു നിത്യരക്ഷയുടെ സുവിശേഷം. ശബ്ദമുയർത്തി പറഞ്ഞു എന്തോ രക്ഷയുടെ സുവിശേഷം? നിത്യരക്ഷയുടെ സുവിശേഷം. നമ്പർ 2, അതേ തേജസ്സിന്റെ സുവിശേഷം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ എന്തോ സുവിശേഷം? തേജസ്സിന്റെ സുവിശേഷം. നമ്പർ 3, കൃപയുടെ സുവിശേഷം. പറഞ്ഞാട്ടെ എന്തോ സുവിശേഷം? കൃപയുടെ സുവിശേഷം. നമ്പർ 4, രാജ്യത്തിന്റെ സുവിശേഷം. പറഞ്ഞാട്ടെ എന്തോ സുവിശേഷം? രാജ്യത്തിന്റെ സുവിശേഷം. നിങ്ങളെ രക്ഷിക്കുന്ന സുവിശേഷം, നിങ്ങളെ തേജസ്സിലേക്ക് നടത്തുന്നതായ സുവിശേഷം. അതേ സ്തോത്രം. അതേ രാജ്യത്തിന്റെ സുവിശേഷം. സുവിശേഷത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ്. സുവിശേഷം പ്രചരിപ്പാൻ ദൈവത്തിന് വേണ്ടിയത് കുറച്ച് ദൂതന്മാരെയല്ല. നോവേ ദൈവത്തിന് വേണമെങ്കിൽ ദൂതന്മാരെ ഇറക്കി ഒറ്റ സെക്കൻഡ് കൊണ്ട് ഓസ്ട്രേലിയ മുതൽ അമേരിക്ക വരെ ഇന്ന് രാത്രി ഒറ്റ രാത്രി കൊണ്ട് കോടികളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേണമെങ്കിൽ കുറച്ച് ദൂതന്മാർ, ഇന്ന് രാത്രി കുറച്ച് ദൂതനെ ദൈവം ഇറക്കിയാൽ മതി. ഇന്ന് രാത്രി ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. എന്നാൽ എന്തുകൊണ്ട് ദൈവം ദൂതനെ ഇറക്കുന്നില്ല? ശ്രദ്ധിക്കുക, എല്ലാ പ്രയാസങ്ങർക്ക് കേൾട്ടാട്ടെ. ദൂതന് വീണ്ടെടുപ്പിന്റെ അനുഭവം ഇല്ല. ദൂതന് വീണ്ടെടുപ്പിന്റെ രക്ഷയുടെ അനുഭവം ദൂതനില്ല. രക്ഷയുടെ എക്സ്പീരിയൻസ്, രക്ഷയുടെ അനുഭവം ദൂതനില്ല. അർത്ഥം അനുഭവമില്ലാത്തവൻ പ്രസംഗിക്കില്ല. പോയി അനുഭവമില്ലാത്തവൻ പ്രസംഗിക്കില്ല. ദൂതന് വീണ്ടെടുപ്പിന്റെ അനുഭവമില്ല. കമാൺ, ഇന്ന് വീണ്ടെടുപ്പിന്റെ അനുഭവങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വീണ്ടെടുപ്പിന്റെ അനുഭവങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വീണ്ടെടുക്കപ്പെട്ട കൂട്ടം ഇന്ന് പകൽ, ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. കാരണം തിരുവചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 10 അധ്യായം കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ഇതാ ദൂതൻ ഇറങ്ങി വരികയാണ്. ദൂതൻ വന്ന് ഈ പ്രകാരം പറയുന്നു, ഹേ കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ തന്നെ 7 പോയിന്റ് 5 പോയിന്റ് ഉള്ളതായ പോയിന്റ് ദൂത്, അതെ ആ അടുത്ത പ്രസംഗം കൂടെ ദൂതൻ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ദൂതൻ പ്രസംഗിച്ചില്ല. ദൂതൻ പറഞ്ഞതാണ് യോപ്പയിൽ തോൽക്കൊല്ലനായ, നാറ്റക്കേസാണ്, ഭയങ്കര നാറ്റമാണ്, തോൽക്കൊല്ലൻ, തോലിൽ പണി ചെയ്യുന്നവൻ, ആ നാറുന്ന അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഒരു പത്രോസ് ഉണ്ട്. അവൻ പെർഫെക്റ്റ് അല്ല, നാറ്റ കേസായിട്ട് അവൻ കിടക്കുക. അവനെ നീ വിളിച്ച് അവനിൽ നിന്ന് നീ പ്രസംഗം കേൾക്ക്. എന്റെ മലയാളി ബുദ്ധിയിൽ ഞാൻ ചോദിച്ചു, എടാ ദൂത നിനക്ക് തന്നെ പറഞ്ഞ പോരായിരുന്നോ? ദൂതൻ തിരിച്ചു പറയും, സ്തോത്രം, ദൂതൻ തിരിച്ചു പറയും, എനിക്ക് വീണ്ടെടുപ്പിന്റെ സ്തോത്രം അനുഭവം ഇല്ല. എന്നാൽ വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ള ഒരു ശക്തനായ ദൈവദാസനെ എനിക്കറിയാം. കർത്താവ് പറഞ്ഞു, അവന്റെ അഡ്രസ് തന്ന ദൈവം എന്നെ അയച്ചത്. കമോൺ, ദൂതിനാൽ ആരൊക്കെയോ ഈ ദിവസങ്ങൾ നിറയുമെങ്കിൽ നിന്റെ അഡ്രസ്സിനെ ഉന്നതന്മാരുടെ ബെഡ്റൂമിൽ കൊടുക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. Hallelujah. Hallelujah. നിനക്ക് ആവശ്യം സ്തോത്രം പ്രസംഗമല്ല, നിനക്ക് ആവശ്യം ദൂതാണ്. ഒത്തിരി പ്രാസംഗരുണ്ട്, അവരുടെ നോട്ട്ബുക്കിൽ ഒത്തിരി പ്രസംഗങ്ങളുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സ്തോത്രം, അത് യൂട്യൂബില്, ഫേസ്ബുക്കില്, ചർച്ചില് കുറച്ച് പ്രസംഗമല്ല വേണ്ടിയത്, ദൈവത്തിന്റെ അരുളപ്പാടാണ് വേണ്ടിയത്, ദൈവത്തിന്റെ ദൂതാണ് വേണ്ടിയത്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാണ്. കമാൻ, ദൈവത്തിന്റെ ജനത്തിന് ഈ കാലഘട്ടത്തിന് ആവശ്യം ദൈവത്തിന്റെ ദൂതാണ്. അനുഭവം ഇല്ലാത്ത ദൂതനല്ല ഇറങ്ങുന്നത് പ്രസംഗിച്ചത്. അതേ
പത്രോസ് വന്നു. പത്രോസിനെ വിളിക്കുവാൻ പറഞ്ഞു. പത്രോസ് വന്നു. അവൻ പ്രസംഗം തുടങ്ങി. പുസ്തകം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അതേ അയക്കപ്പെട്ടവനായി വന്നതായ പത്രോസ് വിളിച്ചിട്ടല്ല വന്നത്, ദൈവത്താൽ അയക്കപ്പെട്ട വന്നത്. വിളിച്ചാൽ നീ ഒറ്റയ്ക്ക് പോകും, അയച്ചാൽ നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് വരും. Yes, yes, yes. Oh, hallelujah. പരിശുദ്ധാത്മാവേ, ഈ അന്തരീക്ഷത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. അധരങ്ങളെ തുടർന്ന് എല്ലാ സഹോദരന്മാർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചിരുന്നു. യെസ്, പരിശുദ്ധാത്മാവ് അന്ന് പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്നു. യെസ്, അവന് വാ തുറന്ന് ദൈവത്തിന്റെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ബൈബിൾ പറയുന്നു, കൊർന്നേലിയോസ് അവൻ അറിയത്തില്ല what is Holy Spirit and who is Holy Spirit, what are the manifestations of the Holy Spirit. പരിശുദ്ധാത്മാവ് എന്തെന്ന് അറിയത്തില്ല, പരിശുദ്ധാത്മാവിന്റെ അതേ പ്രകടനങ്ങൾ എന്തെന്ന് അറിയത്തില്ല. പക്ഷേ ആ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജാതിയിൽപ്പെട്ടവർ ആത്മാവിൽ നിറഞ്ഞ് അവർ അന്യഭാഷകൾ സംസാരിക്കുകയും ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ അവർ പ്രസ്താവിക്കുകയും ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, ഇന്ത്യയിൽ ഇതുവരെ ദൈവത്തിന്റെ ആത്മാവ് എന്തെന്ന് അറിയാത്ത കോടിക്കണക്കിന് ജനം ദൈവാത്മാവിൽ നിറയപ്പെടുന്നത് ഈ തലമുറ കാണുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൂതനല്ല പ്രസംഗിച്ചത്, പകരം അയക്കപ്പെട്ടതായ പത്രോസാണ് പ്രസംഗിച്ചത്. സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിന്റെ സഭയുടെ ദൗത്യമാണ് സുവിശേഷീകരണം. യേശു കർത്താവ് അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വണ്ണം പറയുകയുണ്ടായി, രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഒരിക്കൽ കൂടെ, രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ, 21 ദിവസത്തിന്റെ അവസാന ദിവസം കൈമാറുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ജനലക്ഷങ്ങളുടെ ഉത്തരവാദിത്വം ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ കർത്താവ് പകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ. Come on. Hallelujah. ക്രൈസ്റ്റ് സെന്ററിന്റെ സകല മെമ്പേഴ്സും ഇവാഞ്ചലിസ്റ്റുമാരാകട്ടെ. സൺഡേ ബെഞ്ചുമാമേഴ്സ് അല്ല, ഞായറാഴ്ച തോറും കടന്നു വന്ന കസേരകളുടെ പൊടി തൂക്കുന്നവർ അല്ല, പകരം മൺഡേ ടു സാറ്റർഡേ നരകത്തിന് ഭീഷണിയും സ്വർഗത്തിന്റെ ലാഭവും വരുത്തുന്ന ദൈവത്തിന്റെ സുവാർത്ത ദൂതികളായി തീരട്ടെ, ജനം രക്ഷിക്കപ്പെടുവാൻ. അതേ, ഈ തലമുറയിൽ സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് സുവിശേഷീകരണം. ഒന്നാമത്തെ വാതിൽ ആട്ടുവാതിലെങ്കിൽ, രണ്ടാമത്തെ വാതിൽ സ്തോത്രം മീൻവാതിൽ. അതേ, ഷീപ്പ് ഗേറ്റ് ആൻഡ് ഫിഷ് ഗേറ്റ്. സ്തോത്രം. അതേ, അതിനുവേണ്ടി ദൈവത്തിന് സുവിശേഷകർ വേണം. അവസാനമായി 5 മിനിറ്റ് കൊണ്ട് സ്തോത്രം ഒരു സുവിശേഷകന്റെ ലൈഫ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു പെർഫെക്റ്റ് അപ്പോസ്റ്റൽ ആയിരുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, he was the perfect apostle. ലൂക്കോസ് സുവിശേഷം 24:19, യേശു കർത്താവ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനും ആയിരുന്നു. വീണ്ടും വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ മാത്രമല്ല, മത്തായി 4:23 വായിക്കുമ്പോൾ യേശു കർത്താവ് പെർഫെക്റ്റ് ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അവൻ സുവിശേഷം പ്രസംഗിക്കുന്നവനായിരുന്നു. യോഹന്നാൻ 10:14 പറയുന്നു, അവൻ നല്ല ഇടയൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എങ്ങനെയുള്ള ഇടയൻ? നല്ല ഇടയനായിരുന്നു. ലൂക്കോസ് 18:18 പറയുന്നു, അവൻ നല്ല ഗുരുവായിരുന്നു. എഫെസ് ലേഖനം 4:11 യേശുവിൽ കവറപ്പ് ചെയ്യുകയാണ്. എഫെസ്യർ 4:11 പറയുന്നു, ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് സുവിശേഷകന്മാർ, നാലാമത് ഇടയന്മാർ, അഞ്ചാമത് ഉപദേഷ്ടാക്കന്മാർ. കേട്ടവൻ ആമേൻ പറഞ്ഞാട്ടെ. ദൈവമായ കർത്താവ് ഈ കാലങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ ഈ പഞ്ചശുശ്രൂഷയെ ഈ ആത്മാവിന്റെ പെരുമഴയിൽ ഇതിനകത്ത് നിന്ന്, ഈ തോട്ടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നൽകട്ടെ. Oh, come on. Hallelujah.
അതൊരു പ്രവചന ശബ്ദം തന്നെയായിരുന്നു. ഞാൻ കണ്ടു മഴ പെയ്തിറങ്ങുന്നു. ഏതൊക്കെയോ തളിർപ്പുകൾ ഈ പട്ടണത്തിന് വിവിധ കോണുകൾ ഉണ്ടാകുന്നു. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ ദൈവകൃപയാൽ വളരുവാൻ വേണ്ടി പോകുന്നു, തഴക്കുവാൻ പോകുന്നു. സഭയുടെ ക്ഷാമം, ദൈവരാജ്യത്തിന്റെ ക്ഷാമത്തെ സ്വർഗത്തിലെ ദൈവം അഭിഷേകത്തിന്റെ പകർച്ചയച്ച് ദൈവകൃപയാൽ ക്യാൻസൽ ചെയ്യുന്നു. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. സഭയിൽ അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവുണ്ടെങ്കിൽ യേശു കർത്താവ് പെർഫെക്റ്റ് അപ്പോസ്തലനാണ്. അവൻ ശക്തനായ പ്രവാചകനാണ്. അവൻ ഏറ്റവും സക്സസ്ഫുൾ ആയ ഇവാഞ്ചലിസ്റ്റ് ആണ്. അവൻ നല്ല ഇടയനാണ്. ഏറ്റവും സ്തോത്രം ഉന്നതനായ അദ്ദേഹം നല്ല ഗുരുവാണ് കർത്താവായ യേശു. സ്തോത്രം കേൾക്കണമേ. അങ്ങനെയെങ്കിൽ സ്തോത്രം അതേ ഏറ്റവും നല്ല ഒരു ഇവാഞ്ചലിസ്റ്റ് ആകാൻ എന്താ ചെയ്യേണ്ടത്? യേശു കർത്താവ് കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ഏറ്റവും മോഡൽ ഇവാഞ്ചലിസ്റ്റായി കാണുന്ന ഒരു വ്യക്തി അല്പം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു വരികയാണ്. യേശു കർത്താവ് കഴിഞ്ഞാൽ ദ റോൾ മോഡൽ ഇവാഞ്ചലിസ്റ്റ് എന്ന് തിയോളജിയന്മാർ വിളിക്കുന്നതായ ഒരു ദൈവത്തിന്റെ ദാസൻ മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ 12 അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 11 മുതൽ താഴേക്ക് ആ 12 പേരുടെ ലിസ്റ്റിൽ ഈ മനുഷ്യനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ 70 പേരുണ്ട്. ആ 70 പേരുടെ കൂട്ടത്തിലും ഈ മനുഷ്യൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ 120 പേർ മാളിക മുറിയിൽ സ്തോത്രം കയറിയിരുന്നു. അവരുടെ കൂട്ടത്തിലും ഈ മനുഷ്യൻ ഇല്ല. 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലില്ല. പിന്നെ സ്തോത്രം 70 പേരുടെ കൂട്ടത്തിലില്ല. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലും ഈ മനുഷ്യനെ മെൻഷൻ ചെയ്തിട്ടില്ല. ദൂത് ഇതാണ്. മറ്റുള്ളവരുടെ ലിസ്റ്റിൽ നീ കാണത്തില്ല എന്ന് വെച്ച് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. Come on. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ലിസ്റ്റിൽ നീ ഇല്ല എന്ന് പറഞ്ഞ് നീ തള്ളപ്പെട്ടിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ആ കൂട്ടിൽ നിന്ന് തുറന്നുവിട്ട സിംഹത്തെ പോലെ ഇന്ന് രാത്രി ആ ദൂതിനെ ഞാൻ കൈമാറട്ടെ. നീ ഒരു സർപ്രൈസ് ആയിരിക്കും. ഹല്ലേലൂയ. നീ ഒരു സർപ്രൈസ് ആയിരിക്കും. കേട്ടവർ ശക്തിയോടെ ആമേൻ പറഞ്ഞാണ്. ആ മനുഷ്യനായിരുന്നു ഫിലിപ്പോസ്. അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിലില്ല. 70 ശിഷ്യന്മാരുടെ ലിസ്റ്റിലില്ല. അപ്പർ റൂമിൽ മാളിക മുറിയിൽ കയറിയിരുന്ന 120 കൂട്ടത്തിൽ അമ്മ മറിയത്തിന്റെ അടുത്ത് ഫിലിപ്പോസ് ഉണ്ടായിരുന്നു എന്ന് തിരുവചനം പറയുന്നതേ ഇല്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരെയോ ദൈവം രഹസ്യത്തിൽ മറച്ചിട്ടു. കമാൻ. ഏതോ കുടുംബങ്ങളെ ദൈവം രഹസ്യത്തിൽ മറച്ചിട്ടു. ഏതോ വ്യക്തികളെ ദൈവം രഹസ്യത്തിൽ മറച്ചിട്ടു. നിന്റെ വീട്ടുകാർക്ക് പോലും നീ സർപ്രൈസ് ആകാൻ, പട്ടണങ്ങൾക്ക് നീ സർപ്രൈസ് ആകാൻ. ശൗലുമുണ്ടോ പ്രവാചകന്മാരുടെ ഗണത്തിൽ അന്ന് ചോദിച്ചതുപോലെ നീയുമുണ്ടോ പ്രാസ്യന്മാരുടെ ഗണത്തിൽ, നീയുമുണ്ടോ സുവിശേഷകന്മാരുടെ ഗണത്തിൽ എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ദൈവം നിന്നെ സർപ്രൈസ് ആയിട്ട് ഹല്ലേലൂയ ദൈവം നിന്നെ മറച്ചിട്ടു. അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് അതേ തിരശ്ശേരിക്ക് പിൻപിൽ 6 മാസം സ്തോത്രം ഒരു ഹദസ്യയെ ഒരുക്കിയെടുത്തതുപോലെ രഹസ്യത്തിൽ ആരൊക്കെയോ ദൈവം ഒരുക്കുകയാണ്. രഹസ്യത്തിൽ ദൈവം നിന്നെ ഒരുക്കുന്നു. ഒരിക്കൽ കൂടെ രഹസ്യത്തിൽ ദൈവം നിന്നെ ഒരുക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറട്ടെ. ആ രഹസ്യത്തിലെ പ്രിപ്പറേഷൻ ആൾമോസ്റ്റ് കഴിയാറായി. കമാൺ. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച്. ഇത് CSI അല്ല. കൈയടിക്കുന്ന നേരെ കൈയടിക്ക്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം വേദപുസ്തകം പറയുന്നു, യെരൂശലേം ചർച്ചിൽ അതിശക്തമായ ജാതി വ്യത്യാസമുണ്ടായി. സ്തോത്രം. യെരൂശലേം ചർച്ചിൽ അതിശക്തമായ ജാതി വ്യത്യാസം യഹൂദന്മാരും യവനന്മാരും തമ്മിലുണ്ടായപ്പോൾ അവർക്ക് ഭക്ഷണത്തിന്റെ കേസ് പരിഹരിപ്പാൻ വേണ്ടി 7 പേരെ അവർ തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ ഒരുവനായിരുന്നു സ്തേഫാനോസ്. ആ സ്തേഫാനോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ലിസ്റ്റിൽ അടുക്കളയിൽ നിൽക്കാൻ, ഡൈനിങ് ഹാളിൽ നിൽക്കാൻ ഒരു ഫിലിപ്പോസിനെ തിരഞ്ഞെടുത്തു. സഹോദരന്മാരെ, മനുഷ്യൻ നിന്നെ തിരഞ്ഞെടുക്കുന്നത് കാണാൻ മറയത്ത് നിൽപ്പാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ഉണർവിന്റെ കാലത്ത് ആർക്കും തടയുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവാത്മാവിന്റെ ലൈം ലൈറ്റിൽ ദൈവം നിന്നെ നിർത്തി ജ്വലിപ്പിക്കുന്ന നാളുകളുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുതിയിട്ട് കാണാതെ പഠിപ്പാൻ,
സ്തോത്രം. അതെ, എഴുതിയിട്ട് കാണാതെ വിളിപ്പാൻ ഒരു ദൂത് പറയാ. മാറ്റി നിർത്തിയവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിപ്പാൻ സമയമായിരിക്കുന്നു. കേട്ടില്ല? മാറ്റി നിർത്തിയവരുടെ നടുവിൽ ദൈവം തന്നെ മാനിക്കുന്ന ദിവസങ്ങളും മണിക്കൂറുകളും ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഫിലിപ്പോസിനെ അടുക്കളയിൽ ആഹാരം വിളമ്പുവാനാണ് സ്തോത്രം അന്ന് നിർത്തിയത്. അന്ന് യെരുശലേം ചർച്ചിൽ മാത്രം ഏറ്റവും കുറഞ്ഞ 50,000 വിശ്വാസികളുണ്ട്. ഒരിക്കൽ കൂടെ, അന്ന് യെരുശലേം ചർച്ചിൽ മാത്രം ഏറ്റവും കുറഞ്ഞത് 50,000 വിശ്വാസികളുണ്ട്. നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ നാളുകളിൽ ഒരു ഓഡിറ്റോറിയത്തിന്, ഒരു കെട്ടിടത്തിന് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ജനം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഭയിൽ കൂടി വരുവാൻ വേണ്ടി പോകുന്നു. ഓഡിറ്റോറിയംസിൽ ജനത്തിന് കൂടി വരുവാൻ കഴിയാതെ പുറത്തുള്ള ഗ്രൗണ്ടുകളിൽ ടെൻഡടിച്ച് സഭായോഗം നടത്തുന്നത് സ്തോത്രം ഈ തലമുറ വളരെ വേഗം കാണുവാൻ പോകുകയാണ്. യെരുശലേം ചർച്ചിൽ മാത്രം 50,000-ലധികം വിശ്വാസികളുള്ളപ്പോൾ 7 പേരെ ആഹാരത്തിന്റെ ചുമതലയ്ക്ക് വേണ്ടി മാറ്റി നിർത്തി. എന്നാൽ വേദപുസ്തകം പറയുന്നു 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ അന്ന് ചിതറിപ്പോകാത്ത ക്രമത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പീഡ കടന്നു വന്ന്, സ്തോത്രം, അതിശക്തമായ പീഡ അവിടെ പിൻപിലുണ്ടായി. ചിലത് മുന്നോട്ട് കുതിച്ചത് അവിടെ പിൻപിൽ ചില പീഡ വന്നതുകൊണ്ടാണ്. അവർ മുന്നോട്ട് ചിലർ കുതിച്ചത് അവിടെ പിൻപിൽ ചില പീഡ വന്നതുകൊണ്ടാണ്. ഇൻ ജീസസ് നെയിം. ഇന്നലകളിൽ ചില പീഡകൾ വന്നു എങ്കിൽ കഴുകന്മാർക്ക് പറയാൻ കഴിയും. ദൈവത്തിന്റെ കഴുകന്മാർ ഇന്ന് പകൽ ചിലക്കട്ടെ. ദൈവത്തിന്റെ കഴുകന്മാർ ഇന്ന് രാത്രി ചിലക്കട്ടെ. കഴുകന്മാർ പറയും, കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് വിധ പറക്കുന്നത് പോലെ എന്റെ കൂടുകൾ തകർന്നത് തിന്മയ്ക്കല്ലടാ ചെകുത്താനെ. എന്റെ കൂട് തകർന്നത് നിനക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാനാണ്. Come on. Hallelujah. യേശുവിന്റെ രക്തത്താൽ ജയം. Hallelujah. Come on. ആരെങ്കിലും പറയോ Hallelujah. നിങ്ങൾ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ? Come on. Hallelujah. ബോറടിക്കുന്ന വീട്ടിൽ പോ. എനിക്കിവിടെ ഒരു 5 എണ്ണം മതി. ഈ ദൂത മനസ്സിലാകുന്ന ഒരു 5 എണ്ണം. യെസ്. ഇന്നലകളിൽ കൂട് തകർന്നു എങ്കിൽ നീ ഉയരങ്ങളിൽ പറക്കാനാണ്. ഇന്നലകളിൽ സെറ്റ് ബാക്ക് ഉണ്ടായ എല്ലാ വ്യക്തികളും കുടുംബങ്ങളും ഇന്ന് രാത്രി പറ, നാളത്തേക്ക് ഒരു ഫൈറ്റ് ബാക്കിന് വേണ്ടിയാണ്. ഇന്നലെ സെറ്റ് ബാക്കുകൾ ഉണ്ടായത് നാളെ ഒരു ഫൈറ്റ് ബാക്കിന് വേണ്ടിയാണ്. ഇന്നലകളിൽ സെറ്റ് ബാക്കുകൾ കണ്ടത് നാളെ ഫൈറ്റ് ബാക്കിന് വേണ്ടിയാണ്. പകയ്ക്കുന്ന പിശാച് ഇന്ന് രാത്രി വെട്ടുകൊണ്ട് ഓടിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറയും, പൊന്ന പിശാചേ, നീ എന്റെ മുടി വെട്ടിയാൽ ഞാൻ നിന്റെ തല വെട്ടും. ഇന്നലകളിൽ നിന്റെ വീടുകൾ പൊളിക്കാൻ നോക്കിയത്, ഇന്നലകളിൽ നിന്റെ വീടുകളെ തകർക്കാൻ നോക്കിയത്, നീ അവിടെ ഉണ്ടെങ്കിൽ ചെകുത്താൻ അറിയാം എന്തൊക്കെയോ തലവേദന ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. എന്നാൽ എന്റെ ദൈവം പറയുന്നു, ഈ കാലഘട്ടത്തിൽ എന്റെ മക്കളുടെ ആ വീടിനെ ഞാനൊരു ആയുധപുരയാക്കി തീർത്ത് നരകത്തൊരു ഭീഷണിയായി എന്റെ ജനത്തെ ഞാൻ ഉപയോഗിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആരാധിച്ചേ. Come on. വായു തുറന്ന് ശബ്ദമുയർത്തി ഈ അവസാന സെഷനിൽ നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക. ദൈവം നിന്നെ നിറയ്ക്കുന്നു. Open your mouth widely.
so that God can fill you. Oh, ദൈവം തന്നെ നിറയ്ക്കുന്നു. ഇന്നലകളിൽ യെരുശലേം ചർച്ചിന് വലിയൊരു പീഡയുണ്ടായി. പക്ഷെ ആ പീഡ വന്നത് നന്മയ്ക്ക്. ആ തിന്മ എന്ന മനുഷ്യൻ പറയുന്നത് നിനക്ക് വന്നത് ഇന്ന് രാത്രി സ്വർഗം നിന്നെ കുനിഞ്ഞു നോക്കി പറയുന്നു, അവൻ തിന്മയ്ക്കായി ചെയ്തത് ഞാൻ നന്മയ്ക്കാക്കി തീർക്കാൻ പോകി. അവർ തിന്മയ്ക്കായി ചെയ്തത് യേശുവിന്റെ നാമത്തിന് മഹത്വത്തിനായി അവൻ നന്മയ്ക്കായി 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 തീർക്കാൻ പോവാ.